ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ക്യൂൻസ്ലാൻഡ് ട്രിപ്പിന്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ താമസിച്ച ആ ചെറിയൊരു ടൗൺ, അതായത് ടയാൽഗം എന്നാണ് ആ ടൗണിന്റെ പേര്. ആ ടൗണില് സെൻസസ് പ്രകാരം 521 പേര് മാത്രം പോപ്പുലേഷനുള്ള ആ ചെറിയ ടൗണിലെ ചെറിയ വിശേഷങ്ങൾ, അതായത് അവിടുത്തെ പബ്ബിലെ ലൈഫും അവിടുത്തെ ചെറിയൊരു ഷോപ്പിംഗ് മാളും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാഴ്ചകളാണ്. കൂടാതെ എനിക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അത് നമ്മൾ നടത്തിയത് ഈ ബാറിൽ വെച്ച് തന്നെയാണ്. ആ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. If ever I had a video, would you dance in it? Would you dance in it? മാർക്കറ്റ് ലൈനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുവാണ്. നമ്മളുണ്ടല്ലോ വിചാരിക്കുന്ന പോലുള്ള ഒരു ഷോപ്പിനകത്തൂടെയാണ് നമ്മൾ കയറിയത്. ആ ഷോപ്പിനകത്ത് ഇതിന് മാത്രം മാർക്കറ്റ് പ്ലേസസ്, കുഞ്ഞു ഷോപ്പും ഫെയറി ലാൻഡ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന് മാത്രം സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാനേ പറ്റുന്നില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കോമ്പിനേഷൻസ് ആർ വെരി ഗുഡ്. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ചെറിയ ടൗണിൽ ഇത്ര കിടിലൻ ഒരു സെറ്റപ്പ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മള് വിശ്വസിക്കാൻ വേണ്ടി പറ്റണില്ല ശരിക്കും. അതായത് ഒന്നുമില്ല, ചെറിയൊരു ഓപ്പണിംഗ് കണ്ട, ചെറിയൊരു കടയുടെ അകത്ത് കയറുന്ന പോലെ കയറിയ, പക്ഷെ അകത്തേക്ക് കയറുന്തോറും വിശാലമായിട്ടുള്ള ഷോറൂമുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. കടകൾ അത് നല്ല വിന്റേജ് രീതിയിൽ നല്ല ആംബിയൻസിൽ കൊടുത്തേക്കുന്നു കേട്ടോ. എല്ലാ കടകളും സെയിം മീൻസ് ഒരു സെയിം പാറ്റേൺ, എന്താ പറയുന്നത്, വിന്റേജ് പഴയ ഇംഗ്ലീഷ് രീതിയിലുള്ള. അത് ഒരു കട മറ്റൊരു കടയിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നില്ല, എല്ലാം സെയിം രീതിയിൽ. ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരും. ഇത് നമ്മള് വാങ്ങിച്ചാട്ടെ, ഭയങ്കര സ്മെല്ല്. ഞാൻ അവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ബോഡി ലോഷൻ ആണ്, സൂപ്പർ സ്മെല്ല്. ഞങ്ങളിത് പണ്ട് അബുദാബിയിൽ വെച്ചാൽ ഞാൻ ഇത് കണ്ടേക്കുന്നത്. ഇതിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ ഒരു ലോക്കൽ ലേഡി ഇത് ഉണ്ടാക്കണേന്ന്. അപ്പൊ നമ്മള് വാങ്ങിച്ചു ഒരു ബോട്ടിൽ. എൻട്രൻസ് നേരത്തെ കാണിച്ചായിരുന്നു, എന്നാലും കാണിച്ച ഈ ഒരു വിൻസിൻസ് എല്ലാം ഒരു വിന്റേജ് സ്റ്റൈല്. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വണ്ടിയുടെ മുകളിൽ ചെറിയൊരു കാരിയർ നമ്മൾ വാങ്ങിയായിരുന്നു കേട്ടോ. അത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ചതാണ്, പഴയ ഒരു സാധനമാണത്. എനിവേ നമ്മളുടെ കാര്യം നടക്കുന്നുണ്ട്. കാര്യം നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അത് ഓൺലൈൻ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാഞ്ഞത് കൊണ്ട് നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയിട്ടാണ്. എന്തായാലും അത് വാങ്ങിച്ചത് വലിയ ഉപകാരമായി പോയി. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്ത ഒരു ചെറിയ ടൗണിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യുവാണ്. നമ്മൾ ശരിക്കും ഞങ്ങൾ ഒരു വെയിൽ കണ്ടപ്പോൾ നിർത്തിയതാണ്. കാരണം തണലത്ത് നമ്മൾ വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പായിരിക്കും. കാര്യം ഓൾറെഡി തണുപ്പാണ്, 15 ഡിഗ്രി അത്രയാണ് ഉള്ളത്. അപ്പൊ വെയിലാണെങ്കിൽ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. എങ്ങനെയുണ്ടോളൂ? നല്ല കേട്ടോ, പുട്ടും കടല. അടിപൊളി. നമ്മള് ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഇറങ്ങിയേക്കോണേ. അപ്പോ നാളെ എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ കേക്ക് വാങ്ങിക്കുകയും ചെയ്യാം, എന്നൊരു ഡ്രൈവും ആസ്വദിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പോയതാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 25 മിനിറ്റ്സ് യാത്ര ചെയ്യേണ്ടി വന്നു നമ്മളുടെ ഈ ഗ്രോസറി ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ യാത്ര ചെയ്ത് 1-2 ടൗൺ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ടയൽഗം എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മള് നമുക്ക് പേരറിയാത്ത ഒരു ടൗൺ ക്രോസ് ചെയ്തു. ഇതിപ്പം അത് കഴിഞ്ഞിട്ടുള്ള ടൗണിൽ വന്നേക്കാം. അവിടെയാണ് ഒരു നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയ കേക്കുള്ള ഒരു ഗ്രോസറി ഉള്ളത്. അതിന്റെ പേര് കോൾസ് എന്നാട്ടോ. ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഓസ്ട്രേലിയ വൈഡ് ആയിട്ടുള്ള ഒരു കടയാണ് കോൾസ്. അവിടെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ ഗ്രോസറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോൾസ് എന്ന് പറഞ്ഞ കടയിൽ കയറിയതാണ്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങിയതുണ്ടോ. വെജിറ്റബിൾ വാങ്ങി, കട്ട് ചെയ്യാനുള്ള കേക്ക് വാങ്ങി, പിന്നെന്താ കുറച്ച് സോസേജ്, ഹോട്ട് ഡോഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ലെഗ്, ബനാന, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഈ ബാക്കിലിരിക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടോ, ഈ ബിസ്ക്കറ്റ്സ് എല്ലാം കണ്ടോ. ഞാൻ ഫ്രണ്ട് ക്യാമറ ഉണക്കാവേ കാണിച്ചു തരാവേ. ഡോണറ്റ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ബിസ്ക്കറ്റ്സും കാര്യങ്ങളുണ്ട്, ലവ് ഷേപ്പ്, അങ്ങനെയൊക്കെ പല ഐറ്റംസാണ് ഉണ്ട്. പിന്നീട് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് എന്താ പട്ടികൾക്കുള്ള ഫുഡാണ്. ഇത് കണ്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് നമ്മളുടെ മനുഷ്യരുടെ ഫുഡ് വെക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. അത് കണ്ടോ. Happy birthday to you. Thank you. Happy birthday to you. Happy birthday to Suri. Happy birthday to you.
ഡാൻസ് കളിക്കണ ബേബി കുഞ്ഞ്? ഇഷ്ടപ്പെട്ടോ ലുക്കാസിന്? To you, happy birthday to you. നമ്മളങ്ങനെ ബീഫ് സ്റ്റേക്ക് ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷാണ്. നമ്മുടെ പേരൊന്നും അങ്ങനെ ഞാൻ പറയുന്നില്ല. സ്റ്റേക്കും പിന്നെ ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൈസ് ഉണ്ട്, കുറച്ച് വെജീസ് ഉണ്ട്. നമ്മൾ 4 പേർക്കും എടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് ഇപ്പോൾ കട്ട് ചെയ്തു, ഒരു കാൻഡിൽ ലൈറ്റ്, പിന്നെ അതുപോലെ തന്നെ റെഡ് വൈൻ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞങ്ങളുടെ 7ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു 5:30 ആയപ്പോൾ തന്നെ നമ്മൾ എണീക്കും. കാരണം പുറത്ത് നല്ല കുറേ കിളികളുടെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എണീറ്റ്. എന്തായാലും 6:35 സൺറൈസ് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ്. സൺറൈസ് കാണണം. മലയുടെ ഇടക്കൂടെ സണ്ണിങ്ങനെ പൊങ്ങി വരുന്നത്. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്കിന്ന് നല്ല വെതർ കിട്ടട്ടെ. അപ്പം നമുക്ക് ഇന്ന് സൺഡേ ആണ്. സൂര്യൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പള്ളിയിൽ പോകണം. അപ്പോൾ പള്ളി അടുത്തുള്ള ഒരു ഇവിടെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. അത് നമ്മുടെ പള്ളിയല്ല, നമ്മുടെ ചേർച്ചല്ല. അപ്പോൾ ഒരു കാത്തലിക് ചേർച്ചിൽ പോയി മാസ് കൂടണം. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ ഇന്ന് പോവാണ്. ഇന്ന് ഈ ടെൻറ്റ് സൈറ്റ് വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പുതിയൊരു ടെൻറ്റ് സൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നാച്ചുറൽ ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. അപ്പം നാച്ചുറൽ ബ്രിഡ്ജിൽ പോയി, അത് നല്ല സൂപ്പർ വ്യൂ ആണ്. നാച്ചുറൽ ബ്രിഡ്ജും ഗ്ലോ വേം ഒരു നല്ല ഇരുട്ടിയാലേ നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ മീൻസ് ആ ഗ്ലോ വേം വിസിബിളായിട്ട് വരുള്ളായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും വെളുപ്പിനെ വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളപ്പോഴാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചേക്കുന്നത്. റെയിൻ ഫോറസ്റ്റിൻ്റെ ഇടക്കൂടെയുള്ള യാത്ര, അവസാനം ചെല്ലുമ്പോൾ നല്ല വാട്ടർഫോള്. അപ്പം അങ്ങനെ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇന്നലെ സൂരജിൻ്റെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും വൈകി. എന്നാലും നമ്മളൊരു 5:30 ആയപ്പോൾ തന്നെ കണ്ണു തുറന്നിട്ടാ ഈ കുഞ്ഞു കിളിയുടെയൊക്കെ സൗണ്ട് കേട്ട്. അപ്പോൾ ഇനി എന്തായാലും കുറേ പണിയുണ്ട്. രാവിലെ ഇഷ്ടം പോലെ പണിയുണ്ട്. ടെന്റ് അഴിക്കണം, സാധനങ്ങൾ കംപ്ലീറ്റ് വീണ്ടും തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റണം. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യണം. ആ സമയം കൊണ്ട് എനിക്ക് കുക്ക് ചെയ്യണം. അങ്ങനെ അപ്പോൾ ഇന്നലെ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി പോവാം. ഗെറ്റ് റെഡി. സൺറൈസ് നോക്കാം നമുക്ക് എന്തായാലും.